നിങ്ങൾ കണ്ടിട്ടില്ലേ പത്രോസിലെ ആദ്യത്തെ പ്രസംഗത്തിൽ പത്രോസിലെ അത്ര വലിയ ധൈര്യത്തോടെ പറയുന്നത്, സ്വർഗത്തിലോ ഭൂമിയിലോ മറ്റൊരാളുടെ പേരിലും അധികാരമില്ല, മറ്റൊരാളുടെ പേരിൽ രക്ഷയില്ല, യേശുവിന്റെ നാമത്തിലല്ലാതെ. എടുത്തു പറയുന്നു. നമ്മുടെ പണ്ടത്തെ കുഞ്ഞു വീടുകളിൽ നമ്മളിങ്ങനെ പലകയിൽ അടിച്ചൊട്ടിച്ചു വെച്ചിരുന്നു, രക്ഷ ആരിൽ മാത്രം? ഈശോ, ഈ വീടിന്റെ രക്ഷകൻ. യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇപ്പൊ അതൊന്നും ഭിത്തിയല്ലോ, അല്ലേ? ഇല്ലല്ലോ. ഇപ്പൊ അതൊക്കെ വെച്ചാൽ വീടിന് ഭംഗി കുറവാണ്. പക്ഷെ ഗേറ്റിംഗ് പട്ടി കൊണ്ട് സൂക്ഷിക്കാന്ന് വെക്കാൻ വലിയ ഭംഗിക്കുറവൊന്നും ഇല്ലെന്നോ. അവന്റെ സ്വഭാവം മാറി. ഈശോ വീട്ടിലെ രക്ഷകനല്ല, പട്ടി രക്ഷകനായിട്ട് മാറിയപ്പോൾ വീട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൊരയായി. ഈശോയുടെ നാമം ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു വചനം ഇതോട് ചേർത്തെടുത്ത് മത്തായിയുടെ സുവിശേഷം എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 21-23 വാക്യങ്ങൾ. ഈശോയുടെ ആ പേരിടണം, അവനെ ഈശോ എന്ന് പേര് വിളിക്കണം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അല്ലാതെ സന്ദേശം കൊടുക്കുന്നതാണ്. ഈശോ എന്ന പേരിന്റെ അർത്ഥം തന്നെ പറയാണ്, ദൈവം രക്ഷിക്കുന്നു. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ നമ്മുടെ പ്രലോഭനങ്ങൾ വരും, നമ്മൾ ആ പാപത്തിലേക്ക് വീണു പോകാതിരിക്കാൻ നമ്മളെ ആരാ രക്ഷിക്കാനുള്ളത്? ഈശോ. അതുകൊണ്ട് ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. 2 കാര്യങ്ങൾ മനസ്സിലുണ്ട്. ഒന്ന്, ഒരു കുഞ്ഞു പ്രാർത്ഥന പെട്ടെന്ന് ചെല്ലുക. 2, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക, അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവർക്ക് പറയാം ഹല്ലേലൂയ.